ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അതായത് ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റനിങ്ങിന് പിന്നെ നമുക്കൊരു സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതിന് വേണ്ടതേ തണുത്ത പാല് അല്ലെങ്കിൽ തണുത്ത തൈര്, ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് അതെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കസ്തൂരി മഞ്ഞളാണെന്നാണ് ഏറ്റവും നല്ലത്. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മഞ്ഞൾപ്പൊടി പറ്റാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി വരുന്ന രണ്ട് ഐറ്റംസും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാപ്പിപ്പൊടി വേണം. ഞാൻ എൻ്റെ ഫേസിലൊന്ന് ഇട്ട് കാണിക്കാതെ കേട്ടോ. കാപ്പിപ്പൊടിയും പിന്നെ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ, അതാണ് വേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ റോസ് പീൽ പൗഡറും യൂസ് ചെയ്യാം. ഞാൻ ഓറഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കട്ടിയിൽ ഫേസിൽ ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു ലെയർ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. സ്ക്രബിങ് എഫക്റ്റ് വേണ്ടവർക്കൊന്ന് സ്ക്രബ് ചെയ്യാം. സ്കിന്നിൽ ടാൻ റിമൂവ് ചെയ്യാനും അഴുക്കൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മേക്കപ്പ് ഇടുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നുമല്ല, ഇനി പുറത്ത് പോയിട്ട് വന്നിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാനും ക്ലെൻസ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ആക്കിയും ക്ലെൻസർ ആക്കിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ അത്രയും നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാവും. കോഫി പൗഡർ അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തോ. ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. മീൻസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാം ധൈര്യമായിട്ട്. ആദ്യമേ ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഒരു ലെയറും കൂടി നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫേസ് പാക്ക് എപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല കട്ടിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ചില ആൾക്കാർക്ക് സ്കിന്നൊന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്യുമ്പം ഒരു എക്സസ് ഓയിലൊക്കെ അബ്സോർബ് ചെയ്ത് കളയും. അപ്പോൾ ഒരു ഡ്രൈനസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് സ്കിന്ന് ഇത് കളയുന്നത് സോപ്പിലോ ഒന്നും വേണ്ട. നമുക്ക് വെറുതെ വെള്ളത്തിൽ അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോൾ ഞാനിതിപ്പോൾ നല്ല കട്ടിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി അങ്ങ് പിടിക്കും ഫേസിലേക്ക്. ഫസ്റ്റ് ലെയർ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഉണങ്ങിയതിന് ശേഷം അല്ല നെക്സ്റ്റ് ലെയർ ഇടേണ്ടത്. ഏകദേശം കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും അടുത്ത ലെയർ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. സ്കിന്നിൽ നല്ലൊരു മാറ്റം വരും. നല്ല മാറ്റം. അപ്പം ഞാൻ ലിപ്സിൽ നമ്മുടെ തന്നെ ബീട്രൂട്ട് ലിപ് ബാം വന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ലിപ്സിന് നല്ല ചേഞ്ച് ഉണ്ട്. നല്ല ചേഞ്ച് എന്ന് വെച്ചാൽ നല്ല ചേഞ്ച്. ഞാൻ എപ്പോഴും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇതുണ്ടോ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും നമ്മുടെ ലിപ്സ്. രാത്രി ഇടുമ്പോൾ നല്ല കട്ടിയിലങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ലിപ്സിൽ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. കഴുത്തിൽ വേണമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് കഴുത്തിലിടാൻ ഇച്ചിരി മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ.